നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് കൊല്ലം സിറ്റിയിൽ നിന്നും 5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന തങ്കശ്ശേരി എന്ന സ്ഥലത്താണ്. ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ, സെന്റ് തോമസ് കോട്ട, പോർച്ചുഗീസ് സെമിത്തേരി, ചരിത്ര പ്രസിദ്ധമായ പോർച്ചുഗീസ് തീരദേശ പ്രതിരോധ സംവിധാനത്തിന്റെ അവശിഷ്ടങ്ങൾ എന്നിവയിലൂടെ തങ്കശ്ശേരി പ്രസിദ്ധമാണ്. ഇവിടെ തങ്കശ്ശേരി കോട്ട എന്നറിയപ്പെടുന്ന സെന്റ് തോമസ് ഫോർട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആ കാഴ്ചകളിലേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. കൊല്ലത്തെ പഴയ തുറമുഖത്തിന്റെ ഭാഗമായിരുന്നു തങ്കശ്ശേരി. അറബിക്കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മുനമ്പാണിതെന്ന് പറയാം. കേരള ഗവൺമെന്റിന്റെ ഒരു ശിലാഫലകം ഇവിടെ കാണാം. സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന ചില പ്രദേശങ്ങളിൽ ഒന്നാണ് തങ്കശ്ശേരി കോട്ട. 1498 പോർച്ചുഗീസുകാരാണ് 120 ഏക്കറോളം വരുന്ന ഈ ഭൂമിയിൽ തങ്കശ്ശേരി കോട്ട പണി കഴിപ്പിച്ചത്. ആ സമയത്ത് സെന്റ് തോമസ് ഫോർട്ട് എന്നായിരുന്നു ഈ കോട്ടയുടെ പേര്. പിന്നീട് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഡച്ചുകാരിൽ നിന്ന് ബ്രിട്ടീഷുകാർക്കുമായി ഈ കോട്ടയുടെ അധികാര കൈമാറ്റം നടന്നു. AD 1-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ തങ്കശ്ശേരിയിൽ ചൈനീസ് വ്യാപാരികൾ സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരം നടത്തിയിരുന്നു. ബ്രിട്ടീഷുകാർ തങ്കശ്ശേരിയെ ഒരു കാലത്ത് ഡച്ച് കൊയിലോൺ എന്നാണ് വിളിച്ചിരുന്നത്. നാട്ടുകാർ സ്വർണ്ണ ഗ്രാമം എന്നും വിളിച്ചിരുന്നു. സ്വർണ്ണ നാണയങ്ങൾ ഉപയോഗിച്ച് സുഗന്ധവ്യഞ്ജന വ്യാപാരം നടത്തിയിരുന്നതിനാലാണ് നാട്ടുകാർ ഇതിനെ സ്വർണ്ണ ഗ്രാമം അഥവാ തങ്കശ്ശേരി എന്ന് വിളിച്ചത്. പോർച്ചുഗീസുകാർ കേരളത്തിലെത്തിയത്. 1519 അവർ ഇവിടെ ഒരു കോട്ട പണിതു. ആ കോട്ടയുടെ പേരാണ് സെന്റ് തോമസ് ഫോർട്ട് അഥവാ തങ്കശ്ശേരി കോട്ട. പോർച്ചുഗീസുകാരാണ് ഈ പ്രദേശം നന്നായി വികസിപ്പിച്ചെടുത്തത്. ഡച്ച് ക്യാപ്റ്റനായ നീഹോഫിന്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഈ കോട്ട പിടിച്ചെടുത്തു. പോർച്ചുഗീസുകാരുടെ കാലത്ത് ഈ കോട്ട 120 ഏക്കറിലായി വ്യാപിച്ചു കിടന്നിരുന്നു. അതിൽ കുറെ ഭാഗം കടലെടുത്ത് നശിച്ചുപോയി. ഇപ്പോൾ കോട്ടയുടെ പല അവശിഷ്ട ഭാഗങ്ങളും ഈ തങ്കശ്ശേരി പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിലായി അനാഥമായി കിടക്കുകയാണ്. നിർമ്മാണ കാലത്ത് 120 ഏക്കറിലായി ഉണ്ടായിരുന്ന ഈ കോട്ട ഇപ്പോൾ ഈ കാണുന്ന ഇത്രയും ഭാഗം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ കോട്ട ഉള്ളത്. ഈ കോട്ടയുടെ പുറകുവശത്തുള്ള കാഴ്ചയാണിത്. ഈ കോട്ട പലരാലും സ്ഥലം കയ്യേറുകയും ചെയ്തിട്ടുണ്ട്. കാട് പിടിച്ച് കിടക്കുകയാണിവിടെ. അധികം ആളുകളൊന്നും ഉപയോഗിക്കാത്ത ഒരു വഴിയാണിത്. കുറച്ച് റിസ്ക് എടുത്ത് തന്നെയാണ് ഈ ഷൂട്ടിംഗ്.
നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുള്ള ഈ തങ്കശ്ശേരി കോട്ട പകുതിയിലേറെ നശിച്ചു പോയിരിക്കുകയാണ്. 1519 ഈ കോട്ടയുടെ നിർമ്മാണ ഘട്ടത്തിൽ കോട്ടയ്ക്ക് 3 ഗോപുരങ്ങളും 4 കൊത്തളങ്ങളും ഉണ്ടായിരുന്നു. പ്രവേശന കവാടം കടൽ തീരത്തു നിന്നായിരുന്നു. ശത്രുക്കൾ കടൽ മാർഗം വരുമ്പോൾ പ്രതിരോധിക്കുന്നതിനായി പീരങ്കി ഉപയോഗിക്കുന്നതിന് അനുസൃതമായി തന്നെയാണ് കോട്ടയുടെ ഘടനയും. ഈ വഴി കോട്ടയുടെ മുകൾ ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. അവിടെ നിന്നും കടലിന്റെ മനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കോട്ടയുടെ ഉൾഭാഗവും ഇവിടെ നിന്നാൽ ഈ വിധം കാണാം. ആയിരത്തി 1795 ഈ കോട്ട ഡച്ചുകാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു. തങ്കശ്ശേരി ബീച്ചിന്റെ വടക്കു ഭാഗത്തായാണ് ഗോപുരങ്ങളുടെ അവശിഷ്ടങ്ങൾ അവശേഷിക്കുന്നത്. കൊളോണിയൽ കേരളത്തിന്റെ ചരിത്രശേഷിപ്പുകളായി ഇവ ഇന്നും ഇങ്ങനെ നിലനിൽക്കുന്നു.